ഇന്ന് 2 ദിവസത്തെ വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അതായത് 10ാമത്തെ നോമ്പും പിന്നെ 11ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരു 10ാമത്തെ നോമ്പിൻ്റെ അന്ന് അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് രാവിലെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 10ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം 10ാമത്തെ നോമ്പിൻ്റെ നമ്മൾ ഒരു ഉച്ചയ്ക്കാപ്പം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. കിച്ചണിലെത്തിയ കുറച്ച് സാധനം വാങ്ങിക്കണമായിരുന്നു. അപ്പം ഡ്രസ്സൊക്കെ എടുക്കാമെന്നൊക്കെ കരുതിയാണ് പോയത്. എല്ലാവർക്കും എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ലുലുവിലാണ് ആദ്യം പോയത്. നമ്മൾ അവിടുത്തെ കിച്ചൺ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളൊന്ന് വന്നിട്ടുണ്ട് കേട്ടോ. തിരിച്ച് നമ്മൾ എത്തിയപ്പോൾ കറക്റ്റ് 6 മണിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നോമ്പ് തുറക്കാനുള്ള സമയമായി. പെട്ടെന്ന് നമുക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ വിചാരിച്ച് ഫുഡ് നമുക്ക് പിന്നെ മതിയല്ലോ, നമുക്ക് ആദ്യം നോമ്പ് തുറക്കാനുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉള്ളത് വെച്ച് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാന്ന് പറഞ്ഞിട്ടേ ഒരു 4 പീസ് ബ്രെഡ് ഉണ്ടായിരുന്നു. അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത് കുറച്ച് ന്യൂട്ടലിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതുപോലെ തന്നെ ഷമാമും പാലും ഏലക്കയും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഒരു ഷേക്ക് തയ്യാറാക്കിയെടുത്തു. പിന്നെ ഉള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഡേറ്റ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു പെട്ടെന്ന് തട്ടിക്കൂട്ടിയുള്ള ഒരു നോമ്പ് തുറയെന്ന് പറയുന്നത് 10ാമത്തെ നോമ്പിൻ്റെ അന്ന്. പിന്നെ ഞാൻ ഫുഡായിട്ട് പിന്നെ ഞാൻ നോമ്പൊക്കെ തുറക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെയാണ് കേട്ടോ പിന്നെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കാത്ത ദിവസം എല്ലാവർക്കും ഭയങ്കര വിശപ്പായിരിക്കും, അത് മെയിനാണല്ലോ. പിന്നെ കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ, നോമ്പ് കഞ്ഞി തലേ ദിവസം വെച്ചത് കുറച്ച് കൂടുതലാണ് ഉണ്ടായിരുന്നു, ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അതൊന്ന് ഞാൻ ഗ്ലാസ്സിലോട്ടൊന്ന് ഒഴിച്ചിട്ട് ഓവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊന്ന് തയ്യാറാക്കി എടുക്കാമെന്ന് വിചാരിച്ചേ. അതായത് പ്രോൺസ് ഫ്രിഡ്ജിൽ ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ. മീൻ രാവിലെ വാങ്ങിച്ച സമയത്ത് ഞാൻ ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ വെച്ചതായിരുന്നു. അപ്പോൾ അതൊന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തണുപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി, പിന്നെ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാനുള്ളതാണല്ലോ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരിയും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് വെക്കാം. എന്നിട്ട് ഇതാ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഒരു പ്രോൺസ് എല്ലാം വെച്ചിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. പ്രോൺസ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ ഇടയ്ക്കിടയ്ക്ക്. പിന്നെ അതാ ഇതിലേക്ക് വേണ്ടി മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 10-12 ചെറിയ ഉള്ളിയും 8-10 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് മതി, ഒരു പീസ് ഇഞ്ചി, പിന്നെ 2 സവാളയും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അതൊന്ന് സ്ലൈസ് ആക്കിയിട്ട് എടുക്കാം. ആദ്യം കാണിച്ച ഐറ്റംസ് എല്ലാം ഒന്ന് ചതച്ചൊന്ന് മാറ്റി വയ്ക്കാം. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രോൺസ് ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ആ ഒരു പ്രോൺസ് നിന്നൊക്കെയുള്ള വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരും. ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നില്ല, എങ്കിലും കുറച്ചൊന്ന് വന്നിട്ടുണ്ട്. വലിയ പ്രോൺസ് ആയതുകൊണ്ട് കുറച്ച് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് വറ്റിച്ച് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. അതൊന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറുള്ളി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതെല്ലാം ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം മൊരിയാനായിട്ട് നിൽക്കേണ്ട, ഒന്ന് യോജിച്ചാൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സവാളയും 1-2 തണ്ട് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അതൊന്ന് റെഡിയായി വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് ഞാൻ മാവ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പത്തിന് ഞാൻ രാവിലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാവ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പും സോഡാപ്പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ച് വെക്കുന്നുണ്ട്. കറി തയ്യാറാകുന്ന സമയം കൊണ്ട് മാവ് ഒന്നും കൂടെ ഒന്ന് പാകെ കിട്ടിക്കോളും. പുറത്ത് നല്ല മഴ ആയിരുന്നല്ലോ അന്നത്തെ ദിവസം. തിരിച്ച് നമ്മൾ വരുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നേ. ഒരു മഴയും തണുപ്പൊക്കെ കൊണ്ട് മാവ് അധികം അങ്ങ് പുളിച്ച് അങ്ങനെ പൊങ്ങിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അരച്ച് വെച്ചിട്ട് പോയ പാടെ അങ്ങനെ ഇന്നെ ഇരിക്കുകയായിരുന്നേ. പിന്നെ ആ ഒരു കൊഞ്ചിൻ്റെ അടപ്പുണ്ടല്ലോ, ഞാൻ ഒന്ന് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു തക്കാളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് തന്നെ നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. സവാള പ്രോൺസ് ഓവർ കുക്കായി പോകുമെന്നും പേടിക്കണ്ട, അതുപോലെ തന്നെ സവാള എന്തുടഞ്ഞ് വരുമോ എന്ന് പേടിക്കണ്ട. രണ്ടും പാകത്തിന് തന്നെ കിട്ടും. സവാളയ്ക്ക് നന്നായിട്ട് മെൽറ്റായിട്ട് വരും. അതുപോലെ തന്നെ പ്രോൺസ് നല്ല ജ്യൂസി ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും കേട്ടോ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞ്. അവസാനം ഞാൻ ഇതിലേക്ക് നല്ല കട്ടിയുള്ളൊരു 3/4 കപ്പ് തേങ്ങാപ്പാലും 1-2 തണ്ട് കറിവേപ്പിനും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. ആ ഒരു ചട്ടിയിൽ ആ ഒരു ചൂടിൽ തന്നെ ഒന്ന് തിളച്ചൊന്ന് കിട്ടിക്കോളും. ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല ടേസ്റ്റാണ്. ഒരു എന്ന് വെച്ചാൽ വായിലിട്ടല്ലെങ്കിൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു പ്രോൺസ് മസാല റോസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും പേരും പറയാം അല്ലേ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. കറിയൊക്കെ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് വേറൊരു ബൗളിലോട്ട്. പിന്നെ ഞാൻ അപ്പവും കൂടെ ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നോർമൽ പച്ചരിയും ചോറും തേങ്ങയൊക്കെ ചേർത്ത് പഞ്ചസാരയും ചേർത്ത് അരച്ച് വെച്ചതാണ്. അതിലേക്കാണ് ഞാൻ പിന്നെ ഉപ്പും സോഡാപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി നമ്മുടെ ഒരു
ഇടയത്താഴം കഴിക്കുകയും ചെയ്തു. അത്താഴത്തിന് ഞാൻ പിന്നെ പുട്ടാണ് കേട്ടോ തയ്യാറാക്കിയത്. ഈ ഒരു കറി ഉണ്ടായിരുന്നു, പിന്നെ പുട്ടും കൂടെ വെച്ചിട്ട് പുട്ടും അപ്പവും കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മുടെ ഇടയത്താഴം അത്താഴമൊക്കെ കഴിഞ്ഞു. ഇനി കാണിക്കുന്നത് അടുത്ത ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. 11ാമത്തെ നോമ്പിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ രാവിലെ തന്നെ പോത്തീസിലാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. അപ്പം മോൾക്ക് ഡ്രസ്സ് എടുക്കാനാണ് പോത്തീസിൽ പോയത്. അപ്പോൾ അവിടെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ ലുലുവിൽ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മോനെടുത്ത ഡ്രസ്സിന് എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കൊടുത്ത് മാറ്റി വാങ്ങിക്കാനായിട്ട് വന്നതായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചൊരു 4 മണിയൊക്കെ ആയപ്പോൾ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ ടൈം ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഫുഡൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ മട്ടൻ രാവിലെ സൺഡേ ആയതുകൊണ്ട് തന്നെ മട്ടൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ ഒരു 3 സവാള ഒന്ന് സ്ലൈസാക്കി എടുത്തതാണ്. അതൊരു കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു 10-15ഓളം ചെറിയുള്ളിയും ഒരു പീസ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പീസ് ഇഞ്ചി, ഒരു വെളുത്തുള്ളി, പിന്നെ 1.5 പകുതി, ഒരു 1.5 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താണ്. അതെല്ലാം കൂടെ ചേർത്ത് ചതച്ച് അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മുരിയിച്ചൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഞാൻ അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള 1 കിലോ മട്ടനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു മട്ടനും കൂടെ ചേർത്ത് കൊടുത്തിട്ടേ നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഞാൻ കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കറി പാകത്തിന് തയ്യാറാക്കി എടുക്കുന്നതാണ്. ഒരു നീട്ടിയുള്ള ഒരു കറിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മട്ടനിൽ നിന്നും എക്സ്ട്രാ വെള്ളം ഇറങ്ങിക്കോളും. പിന്നെ കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടിച്ചിട്ട് 3 വിസിൽ ഞാൻ ആദ്യം കൊടുത്തൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പ്രഷർക്കൊന്ന് കളഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടീസ്പൂൺ നിറച്ച് തന്നെ ഒരു പെരുംജീരകത്തിൻ്റെ പൊടി എടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂണോളം മുളക് പൊടിയാണ്. കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൊടിയാണ് കേട്ടോ. ഇത് ടീസ്പൂൺ ആണെങ്കിലും ഞാൻ കുറച്ച് കൂടുതലാണ് കുറച്ചും ഇങ്ങനെ ഹീപ്പായിട്ടാണ് എടുക്കുന്നത്. അതാണ് ടീസ്പൂൺ തന്നെ പറഞ്ഞത്. പിന്നെ അതൊക്കെ ഞാൻ നിർത്തി വെച്ചതിന് ശേഷം നെയ്ച്ചോറും കൂടെ തയ്യാറാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. ഫുഡ് കൊണ്ടാക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും. ഇതാകുമ്പോൾ ഒരു 10 മിനിറ്റിലങ്ങ് കാര്യം തീരുകയും ചെയ്യും. നമുക്ക് അത്യാവശ്യം ആവശ്യമായിട്ട് കഴിക്കുകയും ചെയ്യാം. അത്യാവശ്യം നല്ല വിശപ്പും നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ബിരിയാണി പോട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നെയ്യും ഓയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഹോം മെയ്ഡ് ആണ് കേട്ടോ നമ്മുടെ ആ ഒരു ഗീ എന്ന് പറയുന്നത്. അതിലേക്ക് സ്പൈസസ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചും ആ ഒരു മട്ടക്കറിക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചില്ല, അതിൽ നിർത്തതാണ്. 1 ടീസ്പൂൺ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പകുതി സവാളയും കുറച്ച് കാഷ്യൂസും റൈസിനൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്കാണ് ഒരു 2 കപ്പ് കൈമ റൈസ് കേട്ടോ. നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്താണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. റൈസിനെ നേരത്തെ തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴുകി ഒന്ന് വെള്ളം പോകാൻ വേണ്ടി സ്റ്റാൻഡിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു റൈസും കൂടെ ഇടയ്ക്ക് കറണ്ട് പോയതാണ് കേട്ടോ. ആ ഒരു കളർ മങ്ങൽ വന്നത്. ഇപ്പോൾ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ഇൻവെർട്ടറിന് എന്തോ കംപ്ലയിൻറ്റ് പറ്റി കിടക്കാൻ കേട്ടോ. പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കെറ്റിൽ വെച്ച് തിളപ്പിച്ച വെള്ളമാണ്. ഒരു 4 കപ്പ് വെള്ളം, 2 കപ്പ് റൈസിന് 4 കപ്പ് വെള്ളം അത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് ആ ഒരു പാനിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് അതൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് ആ ഒരു മട്ടൻ്റെ ഒരു കുക്കറുള്ള പ്രഷറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊടിയൊന്നും വറുത്തെടുക്കാം. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിൻ്റെ നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് ആ ഒരു മട്ടൻ്റെ ഒരു കുക്കറിൻ്റെ അടപ്പുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് ഒരു പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു ടൈമിൽ കുറച്ച് വെള്ളം കൂടെ ഒരുപോലെ തോന്നും. പക്ഷെ നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ ഒന്നുകിൽ അടപ്പ് ഫുള്ളായിട്ട് നമുക്ക് ക്ലോസ് ചെയ്തൊന്ന് വേവിച്ചിട്ടെടുക്കാം. അല്ലെങ്കിൽ ഒന്നും കൂടെ കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു വിസിലും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ മട്ട ഒന്നും കൂടെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇപ്പം കറക്റ്റായിട്ട് വെന്തിട്ടില്ലായിരുന്നു കേട്ടോ. ഒരു 3/4 ഭാഗത്തോളം കുക്കായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ബാക്കിയും കൂടെ അടച്ചു വെച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ആ ഒരു നെയ്ച്ചോറിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയെന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നല്ലോണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് വീണ്ടും ഒരു 6-7 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലും അരിഞ്ഞതൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടപ്പൊന്ന് മാറ്റി വന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അവസാനം വീണ്ടും ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട്. നെയ്ച്ചോറല്ലേ, കുറച്ചിൽ ആവശ്യമായിട്ട് നെയ്യ് ഇരുന്നോട്ടെ. അപ്പോൾ നെയ്ച്ചോറും റെഡിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ മട്ടൻ കറിയും എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല മട്ടനായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കറിക്കും നല്ല ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. മട്ടൻ നല്ലതാണെങ്കിൽ കറി നമ്മൾ എങ്ങനെ വെച്ചാലും, ഇപ്പോൾ കുക്കറിൽ വെച്ചാലും നമ്മൾ അല്ലാതെ സ്ലോ കുക്കിങ് ചെയ്തെടുത്താലൊക്കെ നല്ലതായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും കൂടെ ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് കുറുകി കിട്ടിക്കോളും. അവസാനം ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുക്കറിൽ തയ്യാറാക്കിയ മട്ടൻ കറി റെഡി. ഒരു 4 മണിക്ക് വീട്ടിലെത്തി ഒരു 4:30 ഞാൻ കിച്ചണിലോട്ട് വന്നു തന്നെ കേട്ടോ.
പെട്ടെന്ന് നമ്മൾ റെഡിയാക്കി എടുത്തുമല്ലേ. പിന്നെ ഈ ഒരു സ്ട്രോബെറി കട്ട് ചെയ്ത് വെക്കാമെന്നാണ് ആദ്യം വിചാരിച്ചിട്ട്, പിന്നെ വിചാരിച്ചു ഷേക്ക് തയ്യാറാക്കുന്നു. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം, ഷേക്ക് വേണം കട്ട് ചെയ്ത് വെച്ചാൽ മതി അങ്ങനെ. അപ്പോൾ ഞാൻ ആ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു സ്ട്രോബെറി എല്ലാം ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളിയുള്ള സ്ട്രോബെറി ആയിരിക്കും ഈ ഒരു ടൈമിൽ എന്തായാലും കിട്ടുന്നത്. അതിലേക്ക് ഞാൻ അവിടെ ഒരു 3 കപ്പോളം 3-3.5 കപ്പോളം പാൽ, 3 കപ്പോളം പാൽ ഞാൻ തിളപ്പിച്ച് പിന്നെ തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ. പാൽ ഞാൻ ഓൾറെഡി തലേദിവസം തന്നെ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെക്കുമല്ലോ തണുപ്പിച്ചതിന് ശേഷം. അതുകൊണ്ടായിരുന്നു. പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. പിന്നെ അത് ഗ്ലാസ്സിലോട്ടൊന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ടേ. പിന്നെ നാരങ്ങ വെള്ളം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഒരു 8 മണിയൊക്കെ ആവുന്ന സമയത്താണ് പിന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയ്ച്ചോറും നല്ലൊരു മട്ടൻ കറിയും പിന്നെ നമ്മുടെ അച്ചാറുണ്ടായിരുന്നു കേട്ടോ, ലെമൺ ഡേറ്റ്സ് പിക്കിളുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ അത്താഴം കഴിച്ചു. അത്താഴത്തിനും ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 2 ദിവസത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.